ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് നമ്മൾ പതിവ് പോലെ പുതിയൊരു ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകതയുണ്ട്. പ്രൊഡക്ഷൻ തീരെ നശിച്ച ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ നമ്മൾ ഒന്ന് റീഫർബിഷ് ചെയ്ത് സിസ്റ്റം ഒന്ന് പുതുക്കിയെടുത്തിരിക്കുകയാണ്. ലിഥിയം ഫെറോക്സൈഡ് ബാറ്ററിയും ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ പൊതുവെ പണ്ട് കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നേ ഒക്കെ ചെയ്ത സോളാർ പവർ പ്ലാന്റുകൾ പലതും ബാറ്ററി ഒക്കെ നശിച്ച് അത് ഒരു പരിധിവരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കത്തക്ക രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പഴയ ഒരു സിസ്റ്റത്തിനെ ഒന്ന് ലിഥിയം ഫെറോക്സൈഡ് ബാറ്ററി ഒക്കെ വെച്ചിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഈ സിസ്റ്റം തന്നെ നമുക്ക് പുതിയ 2, 3, 4 പാനലുകളൊക്കെ വെച്ചിട്ട് പുതിയ പാനലുകൾ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അത്തരത്തിലുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും ആ ഒരു സിസ്റ്റത്തിന്റെ ഇപ്പൊ നമ്മൾ ഈ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. JK സോളാർ പവർ സിസ്റ്റംസ് എന്ന് പറഞ്ഞ ചാനലിൽ നമുക്കൊരു 7 വർഷമായിട്ട് സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, സോളാർ ഇൻസ്റ്റലേഷൻ ടിപ്സ്, അതുപോലെ തന്നെ ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സിസ്റ്റംസിനെ പറ്റിയൊക്കെ ഡീറ്റെയിലിംഗ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോളാർ ഇലക്ട്രിക്കൽ കൺസൾട്ടേഷൻ ആണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നവരോട് മേടിക്കുകയും ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അറിയിക്കട്ടെ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. JK സോളാർ പവർ സിസ്റ്റംസ് ഒരു സ്റ്റെപ്പോട് മുന്നോട്ട് നോക്കുകയാണ്. ഇപ്പോൾ സോളാർ ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂം നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഒരു സോളാർ എക്സ്ക്ലൂസീവ് ഷോറൂം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോളാർ മെയിനായിട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലിഥിയം ബാറ്ററീസ്, ലെഡ് ആസിഡ് ബാറ്ററീസ്, ചെറുതും വലുതായിട്ടുള്ള സിസ്റ്റങ്ങൾ. അവിടെ നമുക്കൊരു 1 kVA മുതൽ ഒരു 10 kVA വരെയുള്ള സിസ്റ്റങ്ങൾ ഡിസ്പ്ലേ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സോളാർ പാനലുകൾ തന്നെയായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് 1-2 പാനലായിട്ട് തന്നെ എടുക്കാനായിട്ട്, ഇതിന്റെ ചാർജ് കൺട്രോളറുകൾ മാത്രമായിട്ട് എടുക്കാനായിട്ട്, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലീഡിംഗ് ബ്രാൻഡുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമായിട്ട് ഉടൻ തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകൾക്കൊക്കെ വേണ്ടി എല്ലാവർക്കും സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇതുവരെ നമുക്ക് തന്ന സപ്പോർട്ടിനും നമ്മൾ വ്യൂവേഴ്സിന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മുന്നോട്ടും ഈ സപ്പോർട്ടും പരിഗണന ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽസ് വഴി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ 3 kV ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം. ഓഫ് ഗ്രിഡ് എന്താണ്, ഓൺ ഗ്രിഡ് എന്താണ്, ഹൈബ്രിഡ് എന്താണെന്നൊക്കെ മുൻപ് പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു, ബാക്കിയുള്ള ബാറ്ററി സ്റ്റോർ ചെയ്യുന്നു, വൈകിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് വേണ്ടത് അന്നേരം നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ നല്ലൊരു ബാക്കപ്പ്, കറണ്ട് പോയ ബാക്കപ്പ്, കൂടാതെ കുറച്ച് വൈദ്യുതി നമ്മുടെ KSEBയിൽ നിന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് പകരം കുറച്ച് വൈദ്യുതി നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നു. അതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് വലുതും ചെറുതുമായിട്ടൊക്കെ പല രീതിയിലുണ്ട്. KSEB കണക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും ലോഡുകളെല്ലാം ഉപയോഗിക്കത്തക്ക, ചില ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള വലിയ സിസ്റ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇനി ഓൾറെഡി കണക്ഷനൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് ബില്ലൊക്കെ ഒന്ന് കുറയ്ക്കണം, എന്നാൽ കറണ്ട് പോയ ബാക്കപ്പും കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള ഉദ്ദേശമുള്ളവർക്ക് അങ്ങനെ ബാറ്ററി വെച്ചിട്ടുള്ള ചെറിയ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി വരുന്ന ഒരു സിസ്റ്റമാണ് 3 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 ബാറ്ററി വെച്ചിട്ട് ഒരു 3 kV ഇൻവെർട്ടറും 2 സോളാർ പാനലും വെച്ചിട്ടുള്ള ഒരു 1000-1200 വാട്ട് സോളാർ പാനലും വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ്. മുൻ കാലങ്ങളിലൊക്കെ 450 വാട്ട്സിന്റെയും 400 വാട്ട്സിന്റെ ഒക്കെ പാനൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ 3 പാനൽ വരെയൊക്കെ വെക്കുമായിരുന്നു, അല്ല 4 പാനലൊക്കെ വെക്കും. ഇപ്പൊ നമുക്ക് 600-ന്റെ ഒക്കെ പാനൽ അവൈലബിൾ ആയതുകൊണ്ട് 2 പാനൽ വെച്ചാൽ മതിയാവും. പകൽ സമയത്ത് ഉപയോഗം കുറവുള്ളവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സിസ്റ്റംസ് ധാരാളം മതിയാവും. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള സിസ്റ്റംസിന്റെ വീഡിയോസ് ഒരുപാട് നമ്മൾ ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത് കണ്ടിട്ടില്ലാത്തവർ അല്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് ഒന്നെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ പഴയ വീഡിയോസ് എടുത്ത് കണ്ടാൽ ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള സിസ്റ്റംസിന്റെ ഡീറ്റെയിലിംഗ് നമ്മൾ ഒത്തിരി വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ സെയിം സിസ്റ്റം തന്നെയാണ്, പക്ഷേ ഇതിയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് പഴയ സോളാർ പാനൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പഴയ ഓഫ് ഗ്രിഡ് സിസ്റ്റം പുതിയ ലിഥിയം ബാറ്ററിയും അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു 3 kV ഇൻവെർട്ടറും വെച്ച് ഒന്ന് റീഫർബിഷ് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് ഒന്ന് പുതുക്കിയതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പഴയ ഒരു 48 വോൾട്ട് 2 kW സിസ്റ്റം ആയിരുന്നു. ലെഡ് ആസിഡ് ബാറ്ററികളായിരുന്നു ഉണ്ടായിരുന്നത്. ലെഡ് ആസിഡ് ബാറ്ററികളുടെ കാലപ്പഴക്കം കൊണ്ട് അത് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇവിടെ നിലവിലുണ്ടായിരിക്കുന്നത് 8 പാനലുകളാണ്. 250 വാട്ട്സിന്റെ മുതൽ 300 വാട്ട്സുകളുടെ മിക്സഡായിട്ട് പാനലുകളാണ് ഇവിടെ നിലവിലുള്ളത്. അതിൽ പഴയ മോണോ ക്രിസ്റ്റലൈൻ പാനൽ മുതൽ പോളി ക്രിസ്റ്റലൈൻ പാനലുകൾ വരെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിലവിൽ 2 പാനലുകൾ വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനിലേക്ക് വന്നു. 10 വർഷത്തിന് മുകളിലുള്ള പാനലുകളാണ്. അപ്പോൾ പോയിട്ട് ഇപ്പോൾ നിലവിൽ 6 പാനലുകളാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. 3 സ്ട്രിങ്ങുകൾ പാരൽ ചെയ്ത് താഴത്തേക്ക് ഇറക്കിയിരിക്കുന്നു. ഇവിടെ നമുക്ക് 250 വാട്ട്സിന്റെ 6 പാനലുകൾ എന്നുള്ള കണക്കിൽ 1500 വാട്ട്സോളം ഏകദേശം റിയൽ ഔട്ട്പുട്ട് ഉണ്ട്. അതിൽ ശരിക്കും പ്രാക്ടിക്കലി നമുക്കൊരു 1000 വാട്ടിന് മുകളിലൊക്കെയാണ് ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇത്തരത്തിലെ പഴയ സിസ്റ്റങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പഴയ പാനലുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ
ലെഡ് ആസിഡ് ബാറ്ററികൾ ചേഞ്ച് ചെയ്തുകൊണ്ട് 24 വോൾട്ടിലേക്കോ അല്ലെങ്കിൽ 48 വോൾട്ടിലേക്കോ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റിങ്ങുകളാണ് നമ്മളിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഴയ അനാർട്ടിൻ്റെ പോലത്തെ ഓഫ് ഗ്രിഡ് സ്കീമുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പോൾ നിലവിൽ ബാറ്ററികളൊന്നും ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന സിസ്റ്റംസ് ഒരുപാടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പഴയ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു 1 kV അല്ലെങ്കിൽ ഒരു 2 kV 3 kV സിസ്റ്റങ്ങളിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഈസി ആയിട്ട് അതിനെ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സോളാർ പാനലുകൾ 10 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും അതിൻ്റെ ഔട്ട്പുട്ട് 50% എങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു തരത്തിലും വേസ്റ്റ് ആക്കാതെ വീട്ടിലുള്ള ഒരു ദിവസം 2 യൂണിറ്റ് എങ്കിൽ 2 യൂണിറ്റ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതിൽ വലിയ ലെഡ് ആസിഡ് ബാറ്ററികളൊന്നും ഇനി ഉപയോഗിക്കാതെ ചെറിയ ലിഥിയം ബാറ്ററികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് പോകാവുന്നതാണ്. തന്നെ ഇൻഡോർ സെറ്റപ്പ് ഈ രീതിയിലാണ് വരുന്നത്. ഇവിടെ UTL ബ്രാൻഡിങ്ങിൽ വരുന്ന ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി, അതുപോലെ തന്നെ 3 kVA കപ്പാസിറ്റിയിൽ വരുന്ന 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സോളാർ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി 3 kVA ആണ്, 3000 VA ആണ്. നമുക്ക് 2000 വാട്ട് വരെയൊക്കെ ലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 3000 വാട്ട്സ് വരെ സോളാർ പാനൽസ് കണക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഇൻസ്റ്റലേഷൻ വീഡിയോസ് മറ്റു പല വീഡിയോകളിലൂടെ മറ്റു പല സൈറ്റുകളിലെയും ഇൻസ്റ്റലേഷൻസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ്, കറണ്ട്, അതുപോലെ തന്നെ ചാർജിങ് ആംബിയർ, നമുക്ക് ഔട്ട്പുട്ട് ലോഡ്, KSB സപ്ലൈ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരു മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ ആണ്. സെറ്റിങ്സുകളൊക്കെ നമുക്ക് ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്യാം. ഈ സെറ്റിങ്സുകൾ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 സെല്ലുകളുള്ള 25.6 വോൾട്ട് ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി പാക്ക് ആണ് കാണുന്നത്. 89% ചാർജറാണ്. ബാറ്ററി ചാർജിങ് ആംബിയർ കാണാം, അതിൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ വോൾട്ടേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാവുന്നതാണ്. സ്റ്റേറ്റ് ഓഫ് ചാർജ് അറിയാനായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇതിൽ 2.5 യൂണിറ്റ് ആണ് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എനർജിയുടെ അളവുള്ളത്. അതിൽ നമുക്ക് 2 യൂണിറ്റ് വരെയൊക്കെ ഔട്ട്പുട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്, സേഫസ്റ്റ് പോയിന്റ് എന്നുള്ള നിലയിൽ. വീട്ടിലുള്ള ലൈറ്റ് ലോഡുകൾ, അതായത് 80% വരുന്ന ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, അതിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഒരു 3 മുതൽ 5 ബെഡ്റൂം വരെയുള്ള വീടുകളിലെ 80% ഉപകരണങ്ങളും ഈ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്ത് സ്മൂത്തായിട്ട് റൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഒരു പഴയ ഡിജിറ്റൽ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ്, അതുപോലെ തന്നെ ആംബിയർ, ഇതൊക്കെ ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. 3 സ്ട്രിങ്ങുകൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുൻപ് പറഞ്ഞാൽ തന്നെ പഴയ പാനലുകളാണ്. പാനലുകളിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഔട്ട്പുട്ട് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നു. നിലവിലിവിടെ ഉണ്ടായിരുന്ന പഴയ ലെഡ് ആസിഡ് ബാറ്ററി ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുന്നത്. സാധാരണ ഇതിൽ 1000 മുതൽ ഒരു 4000 രൂപ വരെ ബില്ല് വരുന്ന ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ചെറിയ സിസ്റ്റം ചെയ്ത് പുതിയ സിസ്റ്റംസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമുക്ക് 600 വാട്ട്സിൻ്റെ 2 പാനലുകളോ അല്ലെങ്കിൽ 600 വാട്ട്സിൻ്റെ 4 പാനലുകളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഒരു 90% ലോഡുകൾ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഹെഡ് കുറഞ്ഞ 1 HP പമ്പുകൾ വരെ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു 3 kV 24 വോൾട്ടിലൊന്നും 1 HP പമ്പ് കണക്ട് ചെയ്യുന്നത് അത്ര റെക്കമെൻഡബിൾ അല്ല. പിന്നെ പകൽ സമയത്ത് നമുക്ക് AC പോലത്തെ ഡിവൈസുകൾ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇവിടെ എന്തായാലും നമ്മൾ ഫുൾ ടൈം നമുക്ക് ഫ്രിഡ്ജ്, അതുപോലെ തന്നെ വീട്ടിലുള്ള കംപ്ലീറ്റ് ലൈറ്റ് ലോഡുകൾ, അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും രാത്രി സമയത്ത് നമുക്ക് 2 യൂണിറ്റ് ആണ് ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. പിന്നെ KSB സപ്ലൈ ഇതിലേക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ബാറ്ററി 50% ആവുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി KSBയിലേക്ക് ലോഡ് ഷിഫ്റ്റ് ആവുന്നതാണ്. അത് നമുക്ക് എപ്പോൾ ഷിഫ്റ്റ് ആവണമെന്നുള്ളത് നമുക്ക് ഇതിൽ ഫാക്ടറി സെറ്റിംഗ്സിൽ വോൾട്ടേജ് സെറ്റിംഗ്സുകളിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് പല സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് പല രീതിയിൽ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 53 വോൾട്ട് പാനലിൽ നിന്ന് വരുന്നുണ്ട്. 3 സ്ട്രിങ്ങുകൾ പാരലാണ്. 15 ആംബിയർ ആണ് കറണ്ട് പാനലിൽ നിന്ന് വരുന്നത്. നമുക്ക് ബാറ്ററിയിലേക്ക് ചാർജിങ് നടക്കുന്നുണ്ട്. കൂടാതെ 16 ആംബിയറിൽ 17 ആംബിയറിൽ ബാറ്ററിയിലേക്ക് ചാർജിങ് നടക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഏകദേശം ഒരു 20% ലോഡും നിലവിലുണ്ട്. ഇവിടെ നമ്മൾ KSB സപ്ലൈ പെർമനൻ്റ്ലി ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇൻവെർട്ടറിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് LED ഇൻഡിക്കേഷൻസിൻ്റെ മീനിങ്ങുകൾ, അതുപോലെ തന്നെ സെറ്റിങ്സുകൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു വീടുകളെ സംബന്ധിച്ച് നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ, അതുപോലെ തന്നെ 2 മുതൽ 4 യൂണിറ്റ് വരെ ഡെയിലി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് ഒക്കെ ഉപകരിക്കുന്ന ഒരു സ്മാർട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണിത്.
അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം സോളാർ വെക്കുന്ന സമയത്തൊക്കെ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പുതുതായിട്ട് പണിത വീടുകളാണെങ്കിൽ പോലും നമുക്ക് വളരെയധികം അസൗകര്യങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇത്തരത്തിലൊരു കൺസൾട്ടേഷനിലൂടെ നമുക്ക് വയറിങ്ങിൽ ചെയ്യുന്ന സമയത്ത് പൈപ്പിൽ ഇടുന്ന രീതിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു സ്ഥലമൊക്കെ നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സോളാർ വെക്കുന്ന സമയത്ത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പം നമ്മൾ പലരും വീട് പണിയുമ്പോൾ സോളാർ ഇപ്പോൾ വെക്കുന്നില്ലെന്നൊക്കെ വിചാരിച്ചാലും എന്തായാലും നമുക്ക് ഭാവിയിലോട്ടൊക്കെ ഇതിലേക്ക് വരേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചേക്കാം വീട് പണിയുന്ന സമയത്ത്. അപ്പോൾ ആ രീതിയിലുള്ള കൺസൾട്ടേഷൻ സർവീസുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സോളാർ ഷോറൂമിന്റെ കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വഴി അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു സോളാർ എനർജിയായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ സോളാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ചാനലിനോട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.